അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. ലാ 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 ലാ. വീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്കു നീങ്ങണം, ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്കു നീങ്ങണം. ലാ 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 ലാ. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, പ്രഹൃതൻ ഓർമ്മകൾ ജീവിതത്തിൽ പകരണം, ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, പ്രഹൃതൻ ഓർമ്മകൾ ജീവിതത്തിൽ പകരണം. ഇടിഞ്ഞാർ സ്കൂളിൻ്റെ ശിശുദിന ആഘോഷ പരിപാടികൾ വർണ്ണാഭമായ റാലിയോടെയാണ് ആരംഭിച്ചത്. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിനോടുള്ള സ്നേഹവും ശിശുദിനത്തിൻ്റെ മാഹാത്മ്യവും പ്രകടമാക്കുന്ന മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഇടിഞ്ഞാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടെ ശിശുദിന റാലിയിൽ പങ്കെടുത്തത്. ഇതിനെ തുടർന്ന് ശിശുദിനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ലീഡർ കുമാരി ആസിയത്ത് അസ്ന അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാനസികാവസ്ഥ മാറണം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നു. നന്ദി. ചാച്ചാജി എന്ന വിളിപ്പേരുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനം. തുടർന്ന് സ്കൂൾ സ്പീക്കർ കുമാരി കൃപാജി ഭുവനേന്ദ്രൻ, MPTA പ്രസിഡന്റ് ശ്രീമതി ഏലിയാമ്മ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജി എന്നിവർ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം കുമാരി ഷംന ശിശുദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുമെന്നും. തുടർന്ന് നടന്നത് ശിശുദിനവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വിവിധ പരിപാടികളായിരുന്നു. വീരനായി
ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന്. ഇന്ന് നവംബർ 14 ശിശുദിനം. നമ്മുടെ ചാച്ചാജി നെഹ്റുവിന്റെ ജന്മദിനം. ചാച്ചാജി നിങ്ങൾക്കറിയില്ലേ? വെള്ളത്തൊപ്പിയും ജുബ്ബയും ഇട്ട് റോസാപ്പൂവും ധരിച്ചു നിൽക്കുന്ന ചാച്ചാജി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ചാച്ചാജി. ചാച്ചാജിക്ക് കുട്ടികളെയും പൂക്കളെയും വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നാം ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത്. എല്ലാവർക്കും ശിശുദിനാശംസകൾ.